Field disturbance detected. Field disturbance detected. Like it has a sound effect as well. വാട്ട്സ് ബോയ്സ് ഗേൾസ് കാണുകയായിരിക്കും. ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ റെംപോഡ് കിട്ടേണ്ടതായിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്നാണ് കിട്ടുന്നതാണെന്ന് തോന്നുന്നു. ബ്ലൂ ഡാർട്ട് എവിടെ കൊണ്ട് വെച്ചെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ആ ഓഫീസിൽ പോയി നോക്കാം അവരുടെ കയ്യിൽ ഉണ്ടായില്ലെന്ന്. ഇവരെ വീട്ടിൽ കൊണ്ട് തരണ്ടേ, പക്ഷേ ബ്ലൂ ഡാർട്ടിൽ എപ്പോൾ വന്നാലും അവരുടെ ഓഫീസിൽ പോയി മേടിക്കണം. ഇവിടെ ഉണ്ടാകുന്നല്ലോ അറിയത്തില്ല, അവരുടെ ഓഫീസ് നമ്പർ പോലും ഉണ്ട് ഡെയിലി. അപ്പോൾ പോയി നോക്കാം. അതായത് ഈ ഫുൾ ഏരിയ വൃത്തിയാക്കിയിട്ടുണ്ട്, കാണാവോ? ഞാനല്ല. ഓ കണ്ടൻസർ ഉറങ്ങുവാണോ? ഉറങ്ങുവാണോ? പറയൂ. ഒരു സാധനം കിട്ടി കേട്ടോ, സാധനം കിട്ടി. അത്രയ്ക്ക് വെയിറ്റ് ഇല്ല, പക്ഷേ കല്ലൊന്നും അല്ലല്ലോ, വെയിറ്റ് കാണത്തില്ലായിരിക്കും. ഇത് വർക്ക് ചെയ്യുന്നുണ്ടാന്ന് നോക്കണം പോലും, എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് റിട്ടേൺ ചെയ്യിപ്പിക്കേണ്ടത്, എനിക്കിത് വർക്ക് ചെയ്യുന്ന ആയിരിക്കണമെന്ന് മാത്രമേ പ്രതീക്ഷയുള്ളൂ. ഇതിനകത്ത് വെച്ച് തന്നെ അൺബോക്സ് ചെയ്യുകയാണ്, കാറിനകത്ത് വെച്ച് തന്നെ. വേറെ ഒന്നും ആയിരിക്കരുത് ഇതിനകത്ത്, അത് തന്നെ ആയിരിക്കണം. എനിക്ക് സമയമില്ല, ഈ വീഡിയോ എടുക്കേണ്ടതാ. Let's go! Rempod is here, boys. Rempod is here. Oh man, at least the packaging says so. Boys, ഈ റെംപോഡ് വെച്ചിന് കുറെ കളികളുണ്ട്. ഒന്ന് പൊട്ടിക്കട്ടെ ഞാൻ. ഇതിനകത്ത് കാണും ഉറപ്പാ. ഇതെവിടെയാണ് മെയ്ഡ് ഇൻ സെയിൽസ് ഒക്കെ? അതൊന്നും ഇല്ലേ? പിന്നെ വേറെ സംഭവങ്ങളൊന്നും ഇല്ലടാ. എവിടുന്നൊന്നും ഇല്ല കേട്ടോ. ഈ മെയിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല കേട്ടോ. അതിന്റെ പാരനോമൽ സർവൈലൻസ് ഇതും കൂടി ഒന്ന് ഓപ്പൺ ചെയ്തേക്കാം. ഗോസ്റ്റ് ഹണ്ടിങ് എക്യുപ്മെന്റ് ബോയ്സ്. ഫ്ലോറിഡ കണ്ട അമേരിക്കയിലാണ് പോലെ, അമേരിക്കയിലാണ്. മാനുവൽ ആണ് ഇത്. മാനുവലിന്റെ ഒന്നും ആവശ്യം ഇപ്പം ഇല്ല. സാധനം അങ്ങോട്ട് കയ്യിലോട് എടുത്തിട്ട്. It's not that heavy. 13-ാം തീയതി ഞാൻ ഓർഡർ ചെയ്തത്. 10 ഒരാഴ്ച കഴിഞ്ഞിട്ട് കിട്ടിയെന്ന് തോന്നുന്നു. ഒരാഴ്ച അല്ലേ, 11 ദിവസം കഴിഞ്ഞിട്ട് കിട്ടി. ആൻറ്റിനെ ഒന്ന് നമുക്ക് പൊക്കാം. ഓ, കാറിനകത്ത് വല്ലതും കാണുമോ? ഓക്കെ, now there is an on switch. Field disturbance detected. Field disturbance detected. Field disturbance detected. Field disturbance detected. Like it has a sound effect as well. Field disturbance detected. Field disturbance detected. Oh, see the item. കണ്ട അടുത്തെത്തുമ്പോൾ വെച്ചിരുന്നണ്ട. Disturbance detected. Field disturbance detected. സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് റേഞ്ച് കൂട്ടാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും boys, our paranormal activities are going to begin now. We have evolved from our EMF reader to REMPod era. അപ്പോൾ ഇതിനകത്ത് ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത് മറ്റേ EMF ആകുമ്പോൾ അവിടെ ഉള്ള EMF ഒക്കെ നോക്കുമല്ലേ. ഇതിന്റെ അടുത്ത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇത് തന്നെ ഒരു EMF അങ്ങാണ്ട് എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഫീൽഡിനടുത്ത് വന്നത് അറിയും. അതിന്റെ അടുത്തിന് പ്രേതം നല്ല അടിക്കുന്നത്. അയ്യോ ബോയ്സ്, ഞാൻ സാധനമായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചാർജ് ചെയ്യാൻ കുത്തിയിടാം. ചാർജ് കുറവാണെന്ന് തോന്നുന്നു. ഇത് റേഞ്ച് കൂട്ടാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് റേഞ്ച് കൂടിയിട്ട് കുറച്ച് വൈകുന്നേരം ടെസ്റ്റ് ചെയ്യും. എനിക്ക് കുറച്ച് പുറത്ത് പോകാനുള്ള വർക്കൊക്കെ ഉണ്ട്. ഈ ഓൾ ഇന്ത്യ ഒക്കെ പോകാനായിട്ട് മിക്ക 100 പ്ലേസിലും കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ പോയാൽ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കിട്ടും. 2 മണിക്കൂറായി. നീ ഇപ്പോഴും ഇവിടെ തന്നെയാണോ? നോക്കണ്ട ബോയ്സ്. മറ്റേ കമന്റിൽ പറഞ്ഞില്ലായിരുന്നു ഫാൻ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഈർപ്പം പിടിക്കത്തില്ലെന്ന്. പിടിക്കുന്നില്ല കേട്ടാ. ഞാൻ AC ഓഫ് ആക്കിയിട്ട് ഫാൻ ഓൺ ആക്കി കഥ അടച്ച് വെച്ചിരിക്കുമായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ സ്ട്രീമിംഗ് ഗിയറും ചാർജ് ചെയ്ത് ആക്കുവാണ്. നമുക്കിത് ഉപയോഗിക്കേണ്ട സമയം എത്തി. ഇന്ന് റീചാർജ് ചെയ്യാം. ഇന്ന് ചെയ്യാം. എൻ്റെ ബോക്സിനകത്ത് പിന്നെ ചാർജറൊക്കെ ഉള്ളെന്ന് തോന്നുന്നു. എന്തുവാണ്? സ്റ്റാൻഡും വയറും അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. പിന്നെ മാനുവലുണ്ട്. മാനുവൽ നോക്കാം. ഓപ്പറേഷൻസ് മാനുവൽ. ബോയ്സ്, ഞാൻ കുറച്ച് ബാങ്കിൻ്റെ ആവശ്യത്തിന് വന്നതാണ്. റോഡിലൊന്നും പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് പോണ്ട്. നമുക്ക് ഇവിടുന്ന് ഒരു 300-400 മീറ്റർ അപ്പുറയാണ്. കൊള്ളാം. അതിന് ഞാൻ ആ സ്ട്രീമിംഗ് സെറ്റപ്പ് ഓണാക്കി കേട്ടാ. അത് ഓണാക്കാൻ മന്ത്ലി ഏകദേശം അതിന് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. 16,000 രൂപ കണ്ട. അതിപ്പോൾ അടച്ചിട്ട് അത് ഓണാക്കി. അതിനകത്ത് 2 സിം ഉണ്ടാകുന്നത് അത് ക്യാൻസലായിപ്പോയി, ഡീആക്ടിവേറ്റ് ആയി ഉപയോഗിക്കായിരുന്നു. അപ്പോൾ 2 ജിയോ ആയിരുന്നു. അപ്പോൾ 1 ജിയോയും 1 BSNL കൂടി നമുക്ക് ഇപ്രാവശ്യം മേടിക്കും. ബോയ്സ്, ഞാൻ തിരിച്ചെത്തി. ബോയ്സ്, അപ്പം കാണുന്നുണ്ടായിരിക്കും. എനിക്ക് ഒരു പവർ ഓഫ് അറ്റേർണി ഉണ്ടാക്കണം എൻ്റെ അമ്മയ്ക്ക് വേണ്ടി. പിന്നെ അമ്മയ്ക്ക് എൻ്റെ ഈ ലീഗൽ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും.
ഈ ലോണും അതും ഇതുമൊക്കെ. KSFC ഒരെണ്ണം ഉണ്ടാക്കണം, പിന്നെ ബാങ്കിന് വേറൊരെണ്ണം ഉണ്ടാക്കണം എന്ന് തോന്നുന്നു. അപ്പോൾ അത് രണ്ടും അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണം. അത് ഈ ആഴ്ചത്തേക്ക് ഉണ്ടാക്കി കൊടുക്കാം. അടുത്ത ആഴ്ച നമ്മൾ ഇറങ്ങുകയാണ്. കുറെ നാളായി, കഴിഞ്ഞ നവംബറിൽ പറഞ്ഞു തുടങ്ങിയതാ, ഇതിപ്പോൾ ഓഗസ്റ്റ് അല്ലേ, ഈ നവംബർ അടുത്തെത്താറായി. എന്താ നല്ലതല്ലേ. എന്തായാലും എൻ്റെ എഡിറ്റർ കുറച്ച് ഡിലേ പറഞ്ഞ അവസാനം എത്തിയപ്പോൾ എന്തോ അവന് കുറച്ച് 2 ദിവസം ലേറ്റ് ആക്കാൻ പറ്റുന്ന, പക്ഷെ ഞാൻ പറഞ്ഞു നെഹി, നമുക്ക് ഇറങ്ങിയേ തീരൂ. ഞാൻ എൻ്റെ മറ്റേ സാധനം കൂടി ചാർജ് ചെയ്ത്, ഇനി അതിന് നമുക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ നഷ്ടമാണ് മോനെ. 20,000 രൂപ വാടക ആയിട്ട് നമ്മൾ ഉപയോഗിച്ചില്ലെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ BSNL സിം കാർഡ് മേടിച്ചു, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു BSNL. ഒരു ജിയോ കൂടി വേണം, ജിയോടെ കിട്ടുന്നില്ല, വേറെ കടയിൽ പോകണം. അമ്മതേ കടയിൽ ഇരിപ്പുണ്ട്, നോക്കി നമ്മൾ ഓടിക്കതച്ചൊക്കെ വരുന്നല്ലോ. നീ ഇങ്ങോട്ട് പോയിരുന്നു? ഞാൻ എന്റെ വീട്ടിലേക്ക് വരുന്നു. ആ, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതാണോ? എന്നെ പോകുന്നവര് കണ്ടു, കൂടെ അച്ഛനുള്ള മൊബൈലിലാണ് അടച്ചിടക്കുന്നല്ലോ. നീ ഇത് എവിടെ തപ്പം? ഞാൻ ഒരു ജിയോ കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓൾമോസ്റ്റ് എനിക്ക് എല്ലാ സിം കാർഡും കാണും എൻ്റെ കയ്യിൽ. ഓൾറെഡി ഇപ്പോൾ എത്ര സിം കാർഡ് ഉണ്ട് എൻ്റെ കയ്യിൽ? 2, 3, 4, 5, 6 സിം കാർഡ് ഉണ്ട്. അടുത്ത കട എവിടെ നിന്നുള്ള മേടിക്കും. അപ്പോൾ ഇതങ്ങനെ ഫൈനലി നമുക്ക് ജിയോയും കിട്ടി. ഇനി ജസ്റ്റ് ഈ സാധനം എല്ലാം കൊണ്ട് ഞാൻ എൻ്റെ ആ സ്ട്രീമിംഗ് സാധനത്തിൽ ഇടണം. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിനകത്ത് 2 സിം ഞാൻ ഓൾറെഡി 4 സിം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 2 സിം പോയി കിടക്കുക. യഥാർത്ഥം ഇതിന് ഇൻ്റർനാഷണൽ സിമ്മും ഉണ്ട്. ഏത് രാജ്യത്ത് പോയാലും സിമ്മ് മാറണ്ട. ആ സിമ്മ് എൻ്റെ ഉണ്ട്, പക്ഷെ അതല്ലേ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ വാടക തന്നെ 70,000 രൂപ കണ്ട. 70,000 രൂപ ആ സിമ്മ് യൂസ് ചെയ്യാൻ. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ സിമ്മൊക്കെ എവിടെ ഇടണ്ടേന്ന് കേട്ടാ. പക്ഷേ എൻ്റെ ഓൾറെഡി 2 സിം ഉണ്ടായിരുന്നു, അത് പിന്നെ ഡീആക്ടിവേറ്റ് ആയപ്പോൾ കണ്ട. ജിയോക്കാർ തന്നെ ഡീആക്ടിവേറ്റ് ചെയ്ത്, എയർടെൽ വോഡഫോൺ ഡീആക്ടിവേറ്റ് ചെയ്തൊന്നും യൂസ് ചെയ്യില്ലെന്നും പറഞ്ഞു. അപ്പോൾ ഇതാണ് ബാഗ്, ഇവിടെ ഓണുമാണ് കണ്ടത്. ഇത് കണ്ട, നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ അത് ഓഫാക്കാം. സൈഡിൽ ചാർജ് ആയ 99% ആണ്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഡ്രോയിൻ്റെ. അപ്പോൾ ഈ മോഡം കണ്ട 4, ഈ മോഡത്തിനകത്ത് ഏത് മോഡത്തിനകത്താണ് എൻ്റെ ഈ മാറേണ്ട 2 സിം ഇരിക്കുന്നത് എനിക്ക് അറിയത്തില്ല. എന്ന് വെച്ചാൽ ഒന്നും എഴുതി വെച്ചിട്ടില്ല ഏത് സിം ഏത് സ്ഥലത്താണെന്ന്. അപ്പോൾ എല്ലാം തുറക്കേണ്ടി വരും. തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങി വരും, ഒട്ടലുണ്ട് പുറകെ കണ്ട. ആ മോഡമൊക്കെ പിന്നെ നമുക്കിങ്ങനെ ഊരിയെടുക്കാം. ഇതിപ്പോൾ തുറക്കേണ്ടി വരും, പിന്നെ ഇതിനകത്ത് നമുക്ക് സിം ഇടേണ്ടി വരും. സിമ്മിൽ ഓൾറെഡി ഞാൻ എടുത്ത് വെച്ചത് ഇതേതാണ് എയർടെൽ. ഇതെൻ്റെ തന്നെ ഇതാണ് പുതിയ ഇടേണ്ടത്. ഇത് ഞാൻ ഊരിയിട്ടുണ്ട് കേട്ടോ. ടാടാ, സിമ്മ് കണ്ട. ഇത് എയർടെലാണ്. അപ്പോൾ ഇതല്ല, ഇത് ഇൻ്റർനാഷണൽ സിമ്മ് ഇതിരിക്കുന്നത് ഇവിടെ. അത് ഞാൻ മാറ്റി വെച്ചിരിക്കുക സൈഡിലോട്ട്. ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് അമ്മയുടെ അച്ഛൻ്റെ ചോദിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ അവർ വരട്ടെ, നമുക്ക് ചോദിക്കുന്നത്. അവർ സർപ്രൈസ് അതിൻ്റെ പ്രൈസ് കേൾക്കും. രണ്ടാമത് പറഞ്ഞത് ജാക്ക് പോട്ട്. ഇത് ജിയോയാ. കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇറക്കുന്നൊരു കഷ്ടപ്പാടാണ്. വല്ല ഇനി തന്നെ ഒരെണ്ണം കൂടി ഊരാണ്ടത് ഏതാണെന്ന് അറിയത്തില്ല. നമുക്ക് തപ്പാം ആയിട്ട് BSNL ഒന്ന് ഓണായി കിട്ടട്ടെ. മോസ്റ്റ്ലി ഇനി ഇത്രേ ഉള്ളൂ. ഇത് ഞാൻ ബാക്കി കംപ്ലീറ്റ് ചെയ്തേക്കാം. അപ്പം അമ്മ മഴയൊക്കെ നനഞ്ഞ് വന്നിരിക്കുവാണല്ലോ. പച്ചക്കറി കടയിൽ വെച്ച് വല്ലതൊക്കെ മറന്നാന്നറിയത്തില്ല. ആ, ദൈവമാണ്, ഫോണുണ്ട്. ഭാഗ്യം. ഇതെടുക്കൂ, ഈ പച്ചക്കറി ഇട്. നല്ല ഗേറ്റ് അടച്ചിട്ട് വരാം. ഞാനിപ്പോൾ പോവും, എനിക്ക് ജിമ്മിൽ പോകണം. ഇതുവരെ ഇതിലൊന്നും പോയിട്ടില്ല. അച്ഛനും വന്നല്ലോ. അച്ഛന് കളറൊക്കെ ആയിട്ട് വരുന്നത്. അവന് പുതിയ മീൻ പിന്നെയും വന്നപ്പോൾ പിന്നെയും വേണം. അവൻ ഇപ്പം കൊടുത്തേ ഉള്ളായിരുന്നു ഞാൻ. എന്നിട്ട് അവൻ്റെ മീൻ ഒരു കണ്ട എടുത്തോണ്ട് പോയി, വേറെ കണ്ടൻ. പായസത്തിനുള്ള തേങ്ങാപ്പൊടി കിട്ടും. കുറച്ചത് കലക്കി ചേർക്കാം. ആണോ? കഴിയില്ല. അതിന്റെ കൂടെ കഴിയില്ലെന്ന് പറഞ്ഞ് അത്രയും തേങ്ങാരണ്ടി തരാനായിരിക്കുന്നത്. കുറച്ച് അത് നമുക്ക് മേടിക്കണമെങ്കിൽ അത് കൂടാ. അവനത് ഒരു മീനും കൂടി മേടിച്ചിട്ടുണ്ട്. അവൻ കഴിക്കട്ടാ. കഷ്ടപ്പാട് സഹിക്കുന്നുണ്ടെന്ന് അറിയാവോ? മുട്ട വെച്ചിരിക്കുന്ന മത്തി തിന്ന് തീർക്കാൻ അവൻ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. എന്തിനാ അവനെ ഇത്രയും കഷ്ടപ്പെടുത്തുന്നത്? ഒന്നാമത്തത് മുറിച്ച് നിങ്ങളാരും കൊടുക്കുകയില്ല. അവന് ബാലയെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. തല അവൻ കഴിക്കല. ആ ഇൻസ്റ്റയിലൊരു സാധനം നീ കാണിച്ചല്ലേ, ഇതൊരു ആരെങ്കിലും കൂടെ വരുമോ? ആര് കൂടെ വരുമോ? ഞാൻ പ്രതീക്ഷിച്ചു പെൺപിള്ളേരാകുമെന്ന് ഓർത്ത്. കമന്റ് നോക്കിയപ്പം വേറെ എന്തോ പോലെ എനിക്ക് ഫീലായി. പ്രേതവാ? അതെന്നെ ആരെങ്കിലും അയച്ചു തന്നെയാണോ? അല്ല, മേടിച്ചേ. എത്ര പൈസ? തുച്ഛമായ പൈസയേ ഉള്ളൂ. എന്നാലും പറ. തുച്ഛമേ ഉള്ളൂ. വളരെ വളരെ വില കുറവാ. ഒരു 32. നിനക്ക് ശരിയാ കൊരങ്ങച്ച. പൈസ എടുത്തിട്ടുള്ള സാധനം മേടി എന്തുവാടാ? ഇടാ, ആ കൊച്ചിന് ലാപ്ടോപ്പ് വാങ്ങുക. എന്റെ കുഞ്ഞിന് ലാപ്ടോപ്പ്. എല്ലാം ഈ തോളിലോട്ട് തന്നു കഴിഞ്ഞാൽ 2 തോളേ ഉള്ള എനിക്ക്.
അവന് ലാപ്ടോപ്പ് വാങ്ങണമെന്ന് എനിക്കും അറിയാം, പക്ഷെ ഞാൻ ഇപ്പൊ നിവർത്തിക്കെട്ടില്ലാത്തൊരു സിറ്റുവേഷനിലാണ്. ലക്ഷങ്ങളാണ് എനിക്ക് വേണ്ടത്. നീ 32,000 രൂപ വെറും 32 പോലെയാണല്ലോടാ മോനെ പറയണ. 32,000 മനസ്സിലാക്കി. ഞാൻ 32 3,200 ആകാലോ. ലക്ഷങ്ങൾക്കെല്ലാം നമ്മൾ സന്തോഷിക്കുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. പക്ഷെ നീ ഒരു കണ്ണിച്ചോര ഇല്ലാതെയൊക്കെ വില പറ. അതില്ലാതെ നമുക്ക് പ്രയത്തിനെ പിടിക്കാൻ പറ്റത്തില്ല. പ്രയത്തിനെ പിടിക്കാൻ അമേരിക്കയിൽ നിന്ന് വന്നത്. എടാ ആദ്യം സോളാർ വെക്കടാ. അത് നിന്റെ നീ 32 ബാക്കി പോയിരുന്നെങ്കിൽ സോളാറിന് വരെ ഇവിടെ ഞാൻ കറണ്ട് ബിൽ അടക്കുന്നുണ്ടല്ലോ 10,000 കണ്ട. ഇത് കണ്ട് ഇതിന്റെ അണി ഏരിയല്ല ആണ് ആന്റിന് ഹാൻഡിൽ എങ്ങനെയുണ്ട് കൊള്ളാ? കൊള്ളാം. എത്ര അത് അതിന്റെ വില വെക്ക്. കൊള്ളാം. മരങ്ങോട്ട് 32 32,000 32 22,000 22,000 नहीं नहीं 22 नहीं 32,000 32,000 ആ 32,000 രൂപ. എന്താ അമ്മേ അതിനുള്ള ഉണ്ട് 32 ഉണ്ട് കണ്ടാ അത്. എടാ പൊട്ട സോളാർ വെക്കടാ. ഈ എന്ത് കറണ്ട് ചാർജാടാ എണ്ണി കൊടുക്കണത്? സോളാർ ഞാൻ ആദ്യം അവരെ വിളിച്ചു. ഈ ചെറിയ വീടിനകത്ത് അങ്ങനെ 10,000 രൂപയുടെ അടുത്ത് കറണ്ട് വരുന്നത്. ഈ ചെറിയ വീട് കത്തി കുടിക്കുന്ന വീടാ. വീടിന് ലുക്ക് ചെറുതാണെന്നേ ഉള്ളു. ഒടുക്കലത്തെ ചാർജിങ്ങും ബൾബും അല്ല. ഇത് വർക്ക് ചെയ്യുന്ന എങ്ങനെ കാണിച്ചു തരണ്ടേ? ഇത് വർക്ക് ചെയ്യുന്ന കാണിച്ചു തരാം ഞാൻ. അത് ഓണാക്കട്ടെ. എന്തോന്ന് വർക്ക്? എന്തായാലും അതിന് 32,000 അല്ലേ? അത് വല്ലവരും കൊണ്ട് കളയുക ഇത്രയും പൈസ. എവിടെയെങ്കിലും വെച്ച് മറന്നു പോകുന്ന അവർക്ക് ലാഭം. ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. കണ്ടാ കത്തിരിക്കുന്ന കണ്ട അത് ഫുൾ ചാർജ് ഉണ്ടെന്നാ ഇപ്പൊ കണ്ട ഫുൾ ചാർജ് ഉണ്ട്. ഓ കണ്ട കണ്ട അടുത്ത് പോകാൻ പറ്റത്തില്ല. അടുത്ത് പോയാ ഇത് കത്തും. അപ്പൊ പ്രേതമുള്ള സ്ഥലത്ത് ഇത് കൊണ്ട് വെച്ചാൽ ഇതിന് സൗണ്ട് വരും. അതെ. എന്നാലും നീ പ്രേതം പിടിക്കാൻ 32,000 രൂപ കൊടുത്തല്ലോടാ. പ്രേതം ചുമ്മാ എവിടെയെങ്കിലും ചെന്ന് നിന്നാ വിളിച്ചിട്ട് പോന്നാ പോരെ. അതിനാ ചുമ്മാതെ എന്നാന്നൊക്കെ ബുദ്ധിമുട്ടാ. അതെ അതിങ്ങനെയൊക്കെ വിളിക്കുന്നു. റെക്കോർഡ് പറയുന്നത് അമേരിക്ക എന്ന് പറയുക. എനിക്ക് വയ്യ. അത് ഡിറ്റക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുക. അമ്മയുടെ കാലേ നീര് വന്നു കേട്ടോ. അത് പ്രേതത്തിന്റെ ആയിരിക്കും. എല്ലാവരുടെ കാലം നീര് കാണിച്ച് കളിക്കുക. കടയിൽ കണ്ടിന്യൂ നിന്നിട്ട് ഇതിനകത്ത് ടെമ്പറേച്ചർ ഡിഫറൻസും വർക്ക് അറിയാം. പെട്ടെന്ന് കയറി തണുത്ത് പോയി കഴിഞ്ഞാൽ റൂം അല്ലെങ്കിൽ ടെമ്പറേച്ചർ മാറിയാലും അത് വേറൊരു ഒരു ബൾബ് ഉണ്ട് അത് കത്തും. അപ്പൊ ടെമ്പറേച്ചറും പിന്നെ ഈ ഫീൽഡും. ഞാൻ ജിമ്മിൽ പോട്ടെ. ജിം പൈസ അല്ല, ഇവൻ എന്തുണ്ടാക്കിയാലും ഇവൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു വിശേഷം ഉണ്ടായാലോ ഗുളിക എന്ന് കഴിക്കണം. അമ്മ കേരളത്തിൽ ഒരെണ്ണേ ഉള്ളമ്മേ എന്റെ അറിവില്. ഇത് അല്ല അർജുനമ്പേ ഈ സാധനം. ഈ സാധനം പിടിച്ചാ മതി. ആരെങ്കിലും സുമതീന പിടിക്കണം. ട്രെയിനർ ഇതല്ലേലും പേടിക്കും. അവൻ വേറെ റൂമിനകത്തിരുന്നും പേടിക്കും. അവനിത് കറക്റ്റ് കൊണ്ട് വെച്ച് എടുത്തു കഴിഞ്ഞാൽ അവൻ പേടിച്ചോളും. അവനിത് കറക്റ്റ് അവന് പേടിയുണ്ട്. ജിമ്മിലെത്തി ഞാൻ. പക്ഷേ മഴ കാരണം നനഞ്ഞു വേണ്ടി ഞാൻ പുള്ളപ്പ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. പുള്ളപ്പ് എന്ന് വെച്ചാൽ മസിലപ്പ് അല്ല വെയിറ്റഡ് പുള്ളപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നോർമൽ പുള്ളപ്പൊക്കെ ആയിരിക്കും. ഇങ്ങനെ കാണാനായിട്ട് ഞാൻ ഡ്രസ്സില്ലാതെ നിൽക്കുന്നതൊക്കെ ഇവിടെ. എനിക്ക് ഇത് കാട്ടിനകത്ത്